നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും. നോബിളച്ചൻ ബിഷപ്പ് അമ്പലവേലി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. ഒന്ന് റിയാക്ട് ചെയ്യാം. സൈബർ ഇടങ്ങളിൽ എന്നെ ആക്രമിക്കുന്നു, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകാൻ മാത്രമേ എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണ്ട. നിങ്ങളുടെ അതിന് അച്ഛനെ ആരാ അങ്ങോട്ട് വന്ന് ആക്രമിച്ചത്? അച്ഛനല്ലേ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് അച്ഛനെ എടുത്ത് റിയാക്ട് ചെയ്തത്. അച്ഛൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ. അച്ഛൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അച്ഛനെ ആരും എടുത്ത് കൊടുക്കാഞ്ഞത്? അച്ഛൻ ഒരു കാര്യം, അച്ഛന് എങ്ങനെയാണ് ട്വിസ്റ്റ് ആയത് എന്താണ് എന്നും അറിയില്ല. അച്ഛൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള നല്ല കാര്യം. പക്ഷെ അതിന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് കയറിയപ്പോഴല്ലേ അച്ഛനെ അടുത്ത് എല്ലാവരും അച്ഛന്റെ ഓരോ കാര്യങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ആ വാതിൽ തുറന്നു. ഇനി അതിലുള്ള ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനി ആരും ഉണ്ടായിരുന്ന കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് ഇനി അല്ലെങ്കിൽ അന്വേഷിച്ചു പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഇനി പുറത്തിങ്ങനെ വരും. അതിനി അച്ഛന് എഴുന്നിട്ട് ഇനി എന്നെ എടുത്ത് ആരും റിയാക്ട് ചെയ്യണ്ട, ആരും ഒന്നും പറയണ്ട, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അത് അങ്ങനെ വരും. പിന്നെ ക്രൂശീകരണവും വേണ്ട. രണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട, ക്രൂശിക്കാനും വേണ്ട. നിങ്ങൾ വിട്ടേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 5 മാസത്തിന് മുമ്പ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. അതേ യൂട്യൂബേഴ്സ് ഇപ്പോൾ എന്നെ മാറി ചീത്ത വിളിക്കുക. അതെ, 5 മാസം മുന്നേ അച്ഛനെ എല്ലാരും സപ്പോർട്ട് ചെയ്തു. അച്ഛനെതിരെ ഒരു അനീതി ഉണ്ടായപ്പോ അച്ഛനെ വിഷം, പാമ്പ്, അത് ഇത് അച്ഛന് വളരെ ഒരു സഹായം ചെയ്തിട്ട് അച്ഛനെ വളരെ വളരെ അങ്ങോട്ട് ഹരാസ് ചെയ്ത് സംസാരിച്ചപ്പോ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച്, മനസ്സിലായോ? അപ്പൊ അച്ഛന്റെ കൂടെ നിന്ന് സംസാരിച്ചു, അച്ഛന്റെ കൂടെ നിന്നു. അപ്പൊ അച്ഛൻ തിരിച്ച് ഇങ്ങോട്ട് അത് മാറ്റി പറഞ്ഞു. അങ്ങോട്ട് പോയി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം നല്ലത്. പക്ഷെ ഒപ്പം തന്നെ അവരുടെ കൂടെ നിന്ന് ഒന്ന് കേട്ടിട്ടോ കേൾക്കാതെയോ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്നും അറിയില്ല, ഒരു കാര്യം മനസ്സിലാക്കാതെ അച്ഛനും ഒരു അനീതി ചെയ്തപ്പോ അതിനെതിരെ സംസാരിച്ചു. അതിനല്ലേ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അല്ല, അച്ഛനെ പണ്ടുവരൊക്കെ ആക്രമിച്ചു, അച്ഛൻ നല്ലതാണ്, നമുക്ക് അച്ഛൻ അതുകൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോട്ടക്കാരില്ല, അതിനും അച്ഛനെ സപ്പോർട്ട് ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞു വരുമോ? വരില്ലല്ലോ. സന്തോഷം അത് നിർത്താനേ ഞങ്ങളോട് അപേക്ഷിക്കും. അച്ഛനെ എന്റെ അറിയിൽ ആരും എതിരെ തെറി വിളിച്ചിട്ടില്ല. പിന്നെ കമന്റ് ബോക്സിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും കിച്ചുവിന്റെ കമന്റ് ബോക്സിലും പോയിരുന്നു. ഒരുപാട് പേര് വന്നത് വളരെ മോശമായി സംസാരിച്ചിരുന്നു. അത് അച്ഛന് കേട്ടില്ല. അതിലേക്ക് നമ്മൾ വരാം, നമുക്ക് ബാക്കി കേൾക്കാം. അത് പേടിച്ചിട്ടല്ല, കാരണം എന്റെ പിന്നിലും കുറച്ച് ആൾക്കാർ സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ആർക്കാ അച്ഛോ പേടി? സങ്കടപ്പെടുന്ന ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ എന്തോരം ആൾക്കാരെല്ലാം കിച്ചു സങ്കടപ്പെട്ട് കാണും, കിച്ചുവിന്റെ വീട്ടിൽ സങ്കടപ്പെട്ട് കാണും. നിങ്ങൾ അവിടെ നിൽക്കുന്ന ഒരാളെ എന്താ പറയാ അങ്ങോട്ട് ഹരാസ് ചെയ്യാണ്. പേഴ്സണലി അവനെ അറിയില്ല, അങ്ങനെ ഇങ്ങനെ അവൻ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കാൻ വരെ ഉള്ള കാര്യങ്ങളായിട്ട് ഒന്നും വ്യക്തമായി പറയാതിട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ആലോചിച്ചിട്ട് അവൻ ആലോചിച്ച് സങ്കടപ്പെട്ടുണ്ടാവും. സങ്കടത്തിന്റെ കാര്യം അച്ഛന് ഇപ്പൊ ഇനി ഇവിടെ വന്ന് പറയില്ലോ. അമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുമാരുള്ളത്, സഹോദരിയുണ്ട്, പിന്നെ മറ്റു ബന്ധുക്കളെ ആർക്കാരാ ഭാര്യമാരുള്ളത്? പറഞ്ഞ എത്ര കെട്ടിക്കണ്? അവരൊക്കെ നിങ്ങളുടെ ഈ വാക്കുകൾ ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന് എന്നെ വിളിക്കുന്ന ചീത്തകൾ. ദുഃഖത്തിന്റെ കാര്യം അച്ഛൻ പറയത്. അച്ഛന് ദുഃഖം മനസ്സിലാക്കുമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരു പക്ഷേ എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞെങ്ങാണ്ട് അച്ഛനടുത്ത് വന്ന് പരാതി പറയുമ്പോൾ, രേണു ഞാൻ സംസാരിക്കാം അവനോട് എന്ന് പറഞ്ഞ് അവന് നമ്പർ വാങ്ങി കിച്ചുവിനെ വിളിച്ച്, കിച്ചു മോനെ എന്താ മോനെ വരാത്തത്, അമ്മയെ വന്ന് കാണടാ, നമുക്ക് സുഖമില്ലാന്ന് അറിയില്ലേ, നിങ്ങൾ വന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നത് കണ്ടില്ലേ, അവർക്ക് റിപ്ലൈ കൊടുക്ക് എന്നേ പറയുള്ളായിരുന്നു. അല്ലാതെ എനിക്കിവിടെ ഒരു റൂമുണ്ട്, നീ അവിടെ താമസിച്ച് വേണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞിങ്ങാണ്ട് അവനെ അങ്ങ് ഒരു എന്താ പറയാ ഒന്നുമല്ലാത്തതിന്റെ പോലെ, ആരും ഇല്ലാത്തതിന്റെ പോലെ ഒന്നുകൂടി അടിച്ചു താഴ്ത്താൻ ശ്രമിക്കില്ലായിരുന്നു അച്ഛൻ. അവർക്ക് കൂട്ടു നിൽക്കില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് സങ്കടത്തിന്റെ കാര്യം അച്ഛൻ പറയില്ല. അച്ഛോ എനിക്ക് പ്രയാസമില്ല, ഞാൻ സഹിക്കാൻ തയ്യാറായിട്ട് സഹിക്കേണ്ടി വരും. കർമ്മ അങ്ങനെ തന്നെയല്ലേ. ഈ ഇറങ്ങാറാകുന്ന കാര്യം പറയുന്നതുകൊണ്ട് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് അച്ഛനോട് പിന്നെ കേൾക്കുന്നവരോടും പറയാം. ഇതിന്റെ ഇത് ഹിച്ചു വേദനിക്കുന്ന പോലെ ഇപ്പൊ എന്തായാലും ഇതിന് ചുറ്റും നിൽക്കുന്ന ആരും വേദനിക്കുന്നത്, ഇപ്പൊ ഇൻക്ലൂഡിങ് രേണു വരെ വേദനിക്കുന്നുണ്ടാവും.
രേണുവിന് സങ്കടമായിരിക്കും, അവൻ വലുതാവുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടവും ദേഷ്യമായിരിക്കും, വേദനയേക്കാളും കൂടുതൽ. അല്ലെങ്കിൽ അവരുടെ നിന്ന് ഏറെ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ട് അവരെ ആരോ എന്തോ പറയുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട്. പിന്നെ എന്താ പറയാ, ഒരു വീഡിയോയിലുണ്ട് സന്ദീപിനെ പിടിച്ചു കൊണ്ടുപോകുന്ന വീഡിയോയില് പഴയ ഒരു വോയിസ് ഓവർ കൊടുത്തേക്കാം. എന്നോ കഴിഞ്ഞപ്പോ ഒരു കാര്യത്തിന്റെ വോയിസ് ഓവർ കൊടുത്തിട്ട് പിന്നെ മാതാവേ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, ഭക്തിഗാനം കൂടി ചേർത്തേക്ക. അപ്പൊ പകയാണ്, എന്നോട് കളിച്ച ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച അങ്ങനെ അതാണ് എന്റെ ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പ്രശ്നം എന്താ വെച്ചോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യമായിട്ട് രേണു അസുഖം ഉണ്ടെന്ന് ഇന്റർവ്യൂവിന് വന്ന് പറഞ്ഞപ്പോ, ഈ കിച്ചുവിന്റെ കാര്യം ചോദിച്ചപ്പോ അവൻ സൂപ്പർ അല്ലേ, അങ്ങനെ പറഞ്ഞിങ്ങാണ്ട് വളരെ പരിഹസിക്കുകയാണ്. പോട്ടെ സാരില്ല എന്ന് പറഞ്ഞിങ്ങാണ്ട് ആ വിഷയം എല്ലാരും അറിഞ്ഞ് അങ്ങനെ പോയി. അടുത്ത കിച്ചുവിനെ പരാമർശിക്കുന്ന വീഡിയോ വരെ സമയം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഇത് അറിഞ്ഞെന്ന് പറഞ്ഞപ്പം സുധിയുടെ സഹോദര ഭാര്യ വിളിച്ചതാ. ഫോൺ എടുത്തില്ല. ഫോൺ എടുത്ത് തിരിച്ചു വിളിക്കുന്നതിന് പകരം മെസ്സേജ് അയച്ചു. കൺഫേം ചെയ്തിട്ടുണ്ട്, എനിക്ക് ക്യാൻസർ ആന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞേക്ക് കിച്ചു വിളിച്ചതാ. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ആ ഗ്യാപ്പിനിടെ കിച്ചിന്റെ കാര്യം പറഞ്ഞപ്പോ കിച്ചു വിളിച്ചിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ നാവിന്റെ ഇടയില് ഗുളിക വെച്ചിരിക്കുന്നു പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു? ഇത് ഇപ്പോഴത്തെ സജിനയല്ലേ പറഞ്ഞത്? അതിന്റെ മുന്നേ സായി അല്ലേ പറഞ്ഞത്? അപ്പോഴല്ലേ എല്ലാരും പറഞ്ഞത്? അതായത് ഇവരാരെങ്കിലും പറഞ്ഞോ? ഈ പറഞ്ഞ രേണു പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ തിന്നാ ഇട്ട് കൊടുക്കാൻ ഒറ്റ മനസ്സോടുകൂടിയല്ലേ അവരാ പരാമർശം നടത്തിയേ. പിന്നെ എന്താ പറയാ വന്നത്? പിന്നെ ഇവർക്ക് വിളിച്ച് നാവിന്റെ ഇടയിൽ വെച്ച ഗുളികയുടെ കാര്യം 2-3 മിനിറ്റ് മാക്സിമം ആണ് ആ ഗുളിക അറിയാൻ വേണ്ടത്. അതെന്തോ ഹാർട്ട് സംബന്ധപ്പെട്ടാണ് അങ്ങനത്തെ ഗുളിക ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. ഇനി അറിയില്ല. അത് 2-3 മിനിറ്റ് മതി അത് അലിയാൻ. എന്നിട്ട് തിങ്കളാഴ്ച ഞാൻ വിളിക്കാന്നാ പറഞ്ഞത്. എന്താ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചോ? ഇല്ലല്ലോ. അതൊന്നും വിഷയമല്ല. ഒരു വോയിസ്, ഒരു ഫേക്ക് വോയിസ് ഉണ്ടാക്കിയിട്ട് അത് റിപ്ലൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവനെ വീണ്ടും തെറ്റുകാരനാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതൊന്നും ആർക്കും അറിയണ്ട. അവൻ അതിന് റിപ്ലൈ കൊടുക്കാൻ നിർബന്ധിതനായതാണ്. ഞാൻ എന്തുകൊണ്ട് പോയില്ല? അതിന് ഈ രേണുവാണ് കാരണക്കാരി. അവര് വോയിസ് ഇട്ടപ്പോ എന്തുകൊണ്ട് ഞാൻ പോയില്ല? അച്ഛന്റെ അമ്മ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആരുടെയെങ്കിലും ഒരു അമ്മ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാല്, പൈസ വാങ്ങിക്കഴിഞ്ഞാല് അവരുടെ അമ്മയുടെ കൂട്ടുകാർക്ക്, എന്റെ ഉമ്മയുടെ കാര്യം, ഞാൻ ഉമ്മ ഒരു 10 രൂപ തരും, 500 രൂപ തരും, ആ പൈസ അയച്ചിട്ട് എന്റെ ഉമ്മന്റെ കൂട്ടുകാരിയുടെ അടുത്ത് പോയിട്ട് നോക്കാം, എന്റെ മകൻ എന്റെ അടുത്ത് 500 രൂപ വാങ്ങി അല്ലെങ്കിൽ 1000 വാങ്ങി എന്ന് പറഞ്ഞു. നിങ്ങളുടെ അമ്മമാരെ അങ്ങനെ കാണിക്കുമോ? ഇവര് കാണിച്ചത് മീഡിയ വഴി അറിഞ്ഞപ്പോ അവനെന്താ തോന്നിയിട്ടുണ്ടാകുക? തെണ്ടിയായി, ഇത്രയും ആൾക്കാർ മുന്നേ എന്നെ അമ്മ തെണ്ടിയാക്കിയല്ലോ എന്ന് ചിന്ത ഉണ്ടാവൂലേ? അപ്പൊ അവൻ എന്തോർത്ത് കാണും? എനിക്ക് സ്വന്തം അമ്മ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് തോന്നിക്കാണൂലേ? അപ്പൊ പണ്ട് ചെയ്തതും ഇപ്പൊ ചെയ്യുന്നതും എല്ലാം പാടെ കൂട്ടി അവനുള്ളുന്ന സ്നേഹം പോയി കഴിഞ്ഞാൽ അവനെ കുറ്റം പറയാൻ പറ്റും? പറ്റില്ല. അത് കഴിഞ്ഞാണ് വീഡിയോ ഇറങ്ങിയത്. നാവും പിന്നെ മറ്റേ കാല് കാണിക്കുന്ന ഫോട്ടോസും പിന്നെ അതിന്റെ പിറകെ വരുന്ന ചാറ്റും ഒക്കെ. ആരൊക്കെ സഹിക്കുക? ആരെങ്കിലും സഹിക്കുവോ? അപ്പൊ അവൻ പറഞ്ഞു, ഇനി കാര്യം അമ്മ നിങ്ങൾ ഫെയിമാണ്, നിങ്ങൾക്ക് വേറെ രീതിക്ക് ഉപയോഗിച്ചൂടെ എന്ന് പറഞ്ഞപ്പോ തിരിച്ച് എങ്ങോട്ടും തീർത്ത് ഇല്ല പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഇവന് പറയേണ്ട സാഹചര്യം ഉണ്ടായി. എല്ലാരും വന്ന് ചോദിച്ചു, കാരണം എന്തുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞപ്പോ അവൻ പോയി. തിരിച്ചു വന്നപ്പോ അവൻ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. അത് ലോഞ്ച് ചെയ്യുമ്പോൾ ഓൺലൈൻ വഴിയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് പോയില്ല എന്ന് അവൻ പറഞ്ഞില്ലെങ്കിൽ ഈ പരസ്യങ്ങൾ ഇടുമ്പം അല്ലെങ്കിൽ അവൻ പ്രൊഡക്റ്റ് കാണിച്ചൊരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ താഴെ നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാത്തതിനാണ്, നിന്റെ സാധനം ഒരാൾക്കും വേണ്ട എന്ന് പറഞ്ഞ് 2-3 കമന്റ് എക്സ്ട്രാ വന്നാൽ അത് ഫ്ലോപ്പായില്ലേ? ഫ്ലോപ്പാക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അവൻ വന്ന് പറഞ്ഞു, കാരണം കൊണ്ട് എനിക്ക് പോകാൻ തോന്നിയില്ല. സ്വാഭാവികമായിട്ടും അവന് ആ കറക്റ്റ് കാര്യം പറഞ്ഞോ? അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അവനെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. പറയിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്നെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. ഏതൊരു മക്കൾക്കും അത് അങ്ങനെ തോന്നും. ഇത് വളർത്തുപുത്രനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവനത് എന്തായാലും തോന്നും. അതിന് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം നീ പറഞ്ഞിട്ടല്ലേ പോയത്? അച്ഛന് മകനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും മക്കളുണ്ടാവുന്നവരാ, മകനോട് ജോലിക്ക് പോകാൻ പറയുമ്പം മകൻ പോയിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്നോട് എന്റെ മാതാപിതാക്കള് ജോലിക്ക് പോകാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കഞ്ചാവ് വിൽപ്പന ജോലിക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും?
അതല്ലേ ആ പെണ്ണ് കാണിച്ചത്. ജോലിക്ക് പോകാൻ പറഞ്ഞാൽ നല്ല ജോലിക്ക് പോകണം. അത് അല്ലേ? അല്ലാതെ അത് ചെയ്യാൻ പറയാൻ നല്ല രീതിക്ക് ചെയ്യണം. അല്ലാതെ അവളവളുടെ ഇഷ്ടപ്രകാരം തോന്നിയ പോലെ ചെയ്തിട്ട് പിന്നെ നീ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് അതും അവന്റെ മേലേക്ക് വെക്കാൻ നോക്കി. എന്താ അവന്റെ മേലേക്ക് വെക്കാതിരിക്കാൻ അവർ നോക്കിയിട്ടുള്ളത്? എല്ലാം നോക്കി. അവൻ അവന്റെ കാര്യം പറഞ്ഞു, അവൻ മുന്നോട്ട് പോയി. വേറെ ഒരു തർക്കത്തിനും അവൻ വന്നിട്ടില്ല. വന്നോ? പിന്നെ അതിനുശേഷം ആരൊക്കെ പറഞ്ഞു വന്നു? എന്തെങ്കിലും ഒരു കാമാന്ന് പറഞ്ഞു മിണ്ടി വന്നോ? ഇല്ല. അതിന്റെ ഇടയിലേക്ക് അതൊന്നും അറിയാതെ നിങ്ങൾ വന്ന് ചാരി കൊടുക്കണം. നിങ്ങൾ ചാരി കൊടുത്തിട്ട് എന്താ ആദ്യം പറഞ്ഞത്? ഈ വീട്ടിലൊരു മുറി നിൽക്കൊണ്ട് വേണേ താമസിച്ചിട്ട് പോകാം. അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു നിങ്ങൾ. ഉണ്ടായിരുന്നോ? ആർക്കാരും ദേഷ്യം വരില്ലേ? അവൻ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ പുരോഹിതനല്ലേ? അത് ഒരുമിപ്പിക്കാനല്ലേ നോക്കുക. അത് നിങ്ങളുടെ കാര്യം വേറെ ഭയങ്കര ഇയാളുടെ ഒരു സംഭവം എന്താ പറയുക? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അവനും അമ്മയും അത് രേണുവും ഒരുമിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതേ നാവ് തന്നെ ഞാൻ രേണുവിനും ഋതപ്പനും വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ എന്താ ഋതപ്പനും രേണുവിനും കിച്ചുവിനും ചേർത്ത് പറയുന്നതാണ്. അതിന്റെ ഇടക്ക് പറയും കിച്ചു കിച്ചു രേണുവിന്റെ വളർത്തുമകൻ. എന്താ വളർത്തുമകൻ? എന്റെ സ്വന്തം മോൻ, എന്റെ സ്വന്തം മോനാ. എന്റെ സുധിച്ചേട്ടന്റെ മകനും മാത്രമല്ല എന്റെയും മോനെന്ന് വിളിച്ചു പറഞ്ഞു നടന്നിരുന്നല്ലോ. എന്താ ഇപ്പൊ എന്താ മാറിപ്പോയോ? ഇതിനൊക്കെ രാഹുൽ ദാസ് ഇനി അങ്ങനെ വിളിക്കൂ? എന്ത് വെറുപ്പ് സമ്പാദിക്കുന്ന വർത്തമാനമാണ് പറഞ്ഞിരുന്നത്.